എല്ലാവർക്കും ക്രിസ്തീശ്വര നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. കൂട്ടുകാരെ, സോളമൻ എന്ന രാജാവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ ഇസ്രായേൽ ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലും ആയിരുന്നു. ഒരു നാള് സോളമൻ രാജ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു അരുളി ചെയ്തു. എന്ത് വേണം പറയുക? അദ്ദേഹം പറഞ്ഞു, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാനുള്ള വിവേകം തന്നെ. ദൈവം സോളമൻ രാജാവിന് നന്മയും വിവേകം നൽകി. സോളമൻ രാജാവിന്റെ നയത്തിനെ കുറിച്ച് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കഥ 1 രാജാക്കന്മാർ 3-ാം അധ്യായമാണ് എടുത്തിരിക്കുന്നത്. ഒരു ദിവസം 2 സ്ത്രീകൾ രാജസന്നിധിയിൽ വന്നു. ഒരാൾ പറഞ്ഞു, രാജാവെ, നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ കൂടാതെ അവിടെ ആരും താമസിക്കുന്നില്ല. ഒരു ദിവസം ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. രാത്രി അവൾ ഉറക്കത്തിൽ കുഞ്ഞിനെ പുറത്ത് കടന്നു. അപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി. മരിച്ച കുഞ്ഞിനെ എൻ്റെ അടുത്ത് കടത്തി, എൻ്റെ കുഞ്ഞിനെ അവളുടെ അടുത്ത് കടത്തി. രാവിലെ കുഞ്ഞിനെ പാൽ കൊടുക്കാൻ പോയപ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കാം, കുഞ്ഞ് എൻ്റേതല്ല. അപ്പൊ മറ്റു സ്ത്രീ പറഞ്ഞു, അല്ല അല്ല, ജീവിതത്തിൽ കുഞ്ഞ് എൻ്റേതും മറ്റു കുഞ്ഞ് നിന്റേതും ആണ്. അപ്പൊ 2 സ്ത്രീകളുടെ തർക്കമുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ജീവിതത്തിൽ കുഞ്ഞ് 2 ആണെങ്കിൽ ഒരു വാൾ കൊണ്ട് വിരിയും. രാജാവ് കൽപ്പിച്ചു. സേവികൻ വാൾ കൊണ്ടുവന്നു. രാജാവ് പിഴയും കൽപ്പിച്ചു. ജീവിതത്തിന് 2 പിഴക്കുക, ഈ 2 അമ്മയ്ക്ക് കൊടുക്കുക. ഇത് കേട്ടപ്പോൾ കുഞ്ഞിന് യഥാർത്ഥം ദുഃഖിതമായിട്ട് പറഞ്ഞു, വേണ്ട രാജാവ്, വേണ്ട, കുഞ്ഞിനെ കൊല്ലരുത്. അപ്പൊ മറ്റേ സ്ത്രീ പറഞ്ഞു, ശരിയാണ് രാജാവ്, ശരിയാണ്, കുഞ്ഞിനെ എനിക്കും വേണ്ട അവൾക്കും വേണ്ട, കുഞ്ഞിനെ വിഭജിക്കാം. ഇത് കേട്ടപ്പോൾ പിന്നെയും കുഞ്ഞിന് യഥാർത്ഥം ദുഃഖിതരായി പറഞ്ഞു, വേണ്ട രാജാവ്, വേണ്ട, കുഞ്ഞിനെ കൊല്ലരുത്, കുഞ്ഞിനെ എനിക്ക് വേണ്ട അവൾക്ക് കൊടുത്തോളൂ. ഇത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, വേണ്ട, കുഞ്ഞിനെ കൊല്ലണ്ട, ഇവളാണ് കുഞ്ഞിനെ യാഥാർത്ഥ്യമ്മ, കുഞ്ഞിനെ ഇവൾക്ക് കൊടുത്തോളൂ. അപ്പൊ അവൾ കുഞ്ഞിന് സന്തോഷമായിട്ട് കൈകളെടുത്തി രാജാവിന് നന്ദി പറഞ്ഞാൽ അവന് പോയി. ഇങ്ങനെ സോളമൻ രാജാവ് നീതി നടത്തി. അപ്പൊ കൂട്ടുകാരെ, നമുക്കും സോളമൻ രാജാവിനെ പോലെ ആവണമെങ്കിൽ വിവേകവും നയത്തിനു വേണ്ടി ദൈവത്തോടെ യാചിക്കുമ്പോൾ സ്വർഗ്ഗപിതാവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും. നന്ദി, നമസ്കാരം.